ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ലൊക്കേഷൻ ഇറ്റലിയിലെ വളരെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള വെനീസാണ്. ഈ ആഴ്ചത്തെ നമ്മുടെ യാത്ര DRD ട്രാവൽസിൻ്റെ കൂടെയാണ്. ഇന്ന് നമ്മുടെ 7 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് വെനീസിലോട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത്. അടിപൊളി ഒരു വാൻ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. നല്ല യാത്രാ സുഖത്തോടു കൂടി തന്നെ ഇതിൽ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. നമ്മുടെ കൂടെയുള്ള യാത്രക്കാർ 2 പേര് ഇവിടെ വിസിറ്റിങ്ങിനായി ടൂറിസ്റ്റ് പർപ്പസിന് വേണ്ടി വന്നതാണ്. അതുപോലെ 2 പേര് ട്രിസ്റ്റേ എന്ന് പറയുന്ന സ്ഥലം, ഇറ്റലിയിലെ ട്രിസ്റ്റേ എന്ന് പറയുന്ന എയർപോർട്ട് വരെയുള്ള യാത്രക്കാരാണ്. മനോഹരമായ സ്ലോവേനിയൻ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ബോർഡുകളിൽ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ്റെയൊക്കെ മാർക്കിങ്സ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദൂരെ കാണുന്ന പച്ച ബോർഡിൽ നമുക്ക് ട്രിസ്റ്റേ, കോപ്പർ, പസ്റ്റാന ബോർഡുകളൊക്കെ കാണാൻ സാധിക്കുന്നത്. ട്രിസ്റ്റേ എന്ന് പറയുന്നത് ഇറ്റലിയിലെ ഒരു ലൊക്കേഷനാണ്. നമ്മൾ ആദ്യം എത്താൻ പോകുന്നത് ട്രിസ്റ്റേ എന്ന് പറയുന്ന ലൊക്കേഷനിലാണ്. നമ്മളിന്ന് 2 വണ്ടികളിലായിട്ടാണ് പുറപ്പെടുന്നത്. അതിൽ നമ്മൾ ആദ്യത്തെ വണ്ടി ഓൾറെഡി പുറപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ വണ്ടി ഇപ്പോൾ തൊട്ട് പുറകിലാണ്. ഇവിടെ പ്രധാനമായിട്ടും റോഡ് ഗതാഗതത്തിൽ 2 തരത്തിലുള്ള റോഡുകളാണ് വരുന്നത്. അതിൽ എക്സ്പ്രസ് വേസും അതുപോലെ മോട്ടോർ വേസുമാണ് വരുന്നത്. മോട്ടോർ വേസാണ് ഏറ്റവും സ്പീഡ് കൂടിയത് വരുന്നത്. അത് 130 km/h വരെ സ്പീഡിൽ പോകാവുന്നതാണ് മോട്ടോർ വേസ്. അതുപോലെ എക്സ്പ്രസ് വേസ് ആണെങ്കിൽ നമുക്ക് 110 km വരെ വേഗത്തിൽ പോകാൻ വേണ്ടി സാധിക്കും. നമുക്ക് സൈക്കിളുകളിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ധാരാളം സഞ്ചാരികൾ നമ്മൾ സ്ലോവേനിയയിലടക്കം കാണുന്നതാണ്. അപ്പോൾ ഇവരുടെ യാത്രയിൽ വണ്ടിയിൽ സൈക്കിള് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് യാത്രയ്ക്ക് പോകുന്നത്. സുന്ദരമായ പ്രകൃതി ഭംഗിയുള്ള വയലോരങ്ങളും ഗ്രാമങ്ങളും നമുക്ക് റോഡിൻ്റെ ഇരുവശത്തും കാണാൻ വേണ്ടി സാധിക്കും. മനോഹരമായ കാലാവസ്ഥയാണ്. ഇന്നാണെങ്കിൽ അങ്ങനെ മഴയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ സമ്മർ വരുന്ന കാലാവസ്ഥയായതിനാൽ കൂടുതലും വെയിലും അതുപോലെ ഇട ദിവസങ്ങളിൽ അധികവും മഴയും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് കാര്യമായിട്ട് മഴയൊന്നും തന്നെയില്ല. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇന്ന് കാണപ്പെടുന്നത്. നമ്മുടെ വണ്ടി ഇപ്പോൾ റിട്ടാണ് തിരിഞ്ഞിരിക്കുകയാണ്. ട്രിസ്റ്റേയിലേക്കുള്ള റിട്ടാണ് തിരിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് എത്താൻ പോകുന്ന ലൊക്കേഷൻ ട്രിസ്റ്റേ ആണ്. ട്രിസ്റ്റേയിൽ ഒരു വലിയ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. അതുപോലെ ട്രിസ്റ്റേയിലും കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടിയുണ്ട്. ട്രിസ്റ്റേയുടെ കാഴ്ചകൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് റോഡിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ധാരാളമായിട്ട് നമുക്ക് ക്യാമ്പർ വാനുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഇവരുടെ യാത്രയിൽ പ്രധാനപ്പെട്ട ഒരു യാത്രാവാഹനം തന്നെയാണ് ക്യാമ്പർ വാൻ വരുന്നത്. അതിനുള്ളിൽ നമുക്ക് യാത്രാ സൗകര്യങ്ങൾ കൂടുതലായിരിക്കും. കിച്ചണിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ നമുക്ക് ബെഡ് സ്പേസ് ഉണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് ഒരു യാത്രയിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും ക്യാമ്പർ വാനുകളുടെ ഡിസൈൻ വരുന്നത്. ക്യാമ്പർ വാനുകൾ പ്രധാനമായിട്ടും ഒരു വാന് മുഴുവനായി ക്യാമ്പർ വാനായിട്ട് സെറ്റ് ചെയ്യുന്നതും അതുപോലെ കാറിൽ ഒരു സെപ്പറേറ്റ് ക്യാമ്പർ വാന് സെറ്റ് ചെയ്ത് വെക്കുന്ന രീതിയിലും ഇവിടെ കാണാറുണ്ട്. ക്യാമ്പർ വാനിന് സ്പെഷ്യൽ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും ക്യാമ്പർ വാനുകളിലെ പാർക്കിംഗ് ഒക്കെ നമുക്ക് ഈ യാത്രയിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നല്ലൊരു മനോഹരമായ മല നമുക്ക് വേണ്ടി കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു വ്യൂ ആണ് ഈ യാത്രയിലുടനീളം കിട്ടുന്നത്. വീണ്ടും നമുക്ക് ഈ ലൊക്കേഷൻ ട്രിസ്റ്റേയുടെ ബോർഡുകൾ വീണ്ടും നമുക്ക് ഓരോ ടേണിങ്സ് വരുമ്പോഴും നമുക്ക് ഈ ബോർഡ് കാണാൻ വേണ്ടി സാധിക്കും. ട്രിസ്റ്റേ എന്ന് പറയുന്നത് ഇറ്റലിയിലെ നമുക്ക് ഫസ്റ്റ് കയറാൻ പോകുന്ന ലൊക്കേഷനാണ് പറയുന്നത്. ദൂരെ വീണ്ടും വയലിൻ്റെ നടുക്കായിട്ടൊരു കാറ്റാടി നമുക്ക് കാണാം. ഇപ്പോൾ ഏകദേശം നമ്മൾ ഇറ്റലിയുടെ ബോർഡർ ചെക്കിങ്ങിൻ്റെ ഏകദേശം അടുത്തെത്തിക്കഴിഞ്ഞു. ഇവിടെ നമുക്ക് ചെക്കിങ് ഉണ്ടാവാൻ സാധ്യതയാണ്. നമ്മുടെ പാസ്പോർട്ട്, വിസ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ചെക്കിങ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാം. നല്ല ക്വാളിറ്റിയുള്ള റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മുന്നിൽ കാര്യമായ വണ്ടികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു തുരങ്കത്തിൻ്റെ ഉള്ളിലേക്കൂടെയാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള മറ്റൊരു തുരങ്കത്തിലൂടെ വീണ്ടും യാത്ര. കുറേ സമയം തുരങ്കത്തിലൂടെ യാത്ര ചെയ്ത ശേഷം
നമ്മൾ പുറത്തേക്ക് എത്തുമ്പോൾ വെളിച്ചം കാണുമ്പോഴും മരങ്ങൾ അതുപോലെ ആകാശമൊക്കെ കാണുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. യാത്രയിൽ അത്യാവശ്യം 2, 3, 4 തുരങ്കത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. ചെറുതും വലുതായിട്ടുള്ള പല പല തുരങ്കങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. മനോഹരമായ പഴയ ആർക്കിടെക്ചർ സ്റ്റൈലിലുള്ള പാലങ്ങൾ ഇവിടെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ പോകുന്ന വഴിക്ക് 1-2 ടോൾ പ്ലാസകൾ നമുക്കുണ്ട്, കാണുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഒരു ടോൾ പ്ലാസയിലാണ്. ഇവിടെ നമ്മൾ കോയിന് ഇട്ടിട്ട് ടോൾ പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം വീണ്ടും മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. ട്രിസ്റ്റേ എയർപോർട്ടാണ് ഇത് വരുന്നത്. നമ്മുടെ കൂടെയുള്ള 2 യാത്രക്കാർ ട്രിസ്റ്റേ എയർപോർട്ടിലാണ് ഡ്രോപ്പിംഗ് വരുന്നത്. ബാക്കിയുള്ള യാത്രക്കാരാണ് വെനീസിലേക്ക് യാത്ര പോകുന്നത്. നമ്മൾ അടുത്തുള്ള യാത്രയിൽ നമ്മളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഫുഡ് സ്റ്റോർ അതുപോലൊരു സൂപ്പർ മാർക്കറ്റ് അടങ്ങുന്ന ഒരു സെക്ഷനിലോട്ട് കയറിയതാണ്. ഇവിടെ നമുക്ക് വിവിധ തരത്തിലുള്ള ഡ്രിങ്ക്സ് അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ എല്ലാ സെക്ഷനും നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. വീണ്ടും നമ്മൾ യാത്ര തിരിച്ചിരിക്കുകയാണ്. 2 സൈഡിലും മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. വലിയ റോഡ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം 3 ലൈൻ 2 സൈഡിലും വരുന്ന രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡിൽ പോകാൻ പറ്റിയ റോഡുകൾ കാണാൻ പറ്റും. നമുക്കിപ്പോൾ നാട്ടിലും ഏകദേശം ഇത് കാണാൻ വേണ്ടി സാധിക്കുകയാണ്. പുതിയ NHലൊക്കെ വന്ന് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ തന്നെയാണ് വരുന്നത്. ധാരാളം പാടങ്ങളിവിടെ 2 സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റലിയിലേക്ക് കയറി കഴിയുമ്പോഴും സ്ലോവേനിയയുടെ ഭാഗങ്ങളിലൊക്കെ റോഡിൻ്റെ ഇരുവശത്ത് നമുക്ക് ധാരാളമായിട്ട് കൃഷിയിടങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ സ്ലോവേനിയയിൽ അതുപോലെ ഇറ്റലിയിൽ തന്നെ വീടുകളും മറ്റ് ബിൽഡിങ്ങുകളും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവരുടെ ആ ഒരു തനതായിട്ടുള്ള ശൈലിയിലാണ് ഭൂരിഭാഗം വീടുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഇൻഡസ്ട്രികൾ ഉള്ള ഒരു ഏരിയയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ധാരാളം കണ്ടെയ്നർ ലോറികളും കണ്ടെയ്നറും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമ്മൾ വെനീസിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തേക്ക് എത്തുമ്പോഴത്തേനും വെനീസിൻ്റെ മെയിൻ സിറ്റിയിലോട്ട് നമ്മളെത്തും. നമുക്ക് ഇരുവശത്തും ട്രാമ്പ് സർവീസ്, നമുക്ക് സിറ്റിയിൽ യാത്രയ്ക്കായി ഉപയോഗിക്കാവുന്ന ട്രാമ്പ് സർവീസ്, മെട്രോ പോലെയുള്ള ഒരു ട്രെയിൻ സർവീസാണ് ട്രാമ്പ് സർവീസ് വരുന്നത്. നമുക്ക് ഇരുവശത്തും റെഡ് കളറിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ കാണുന്നതാണ് ഇറ്റലി റെയിൽവേസിൻ്റെ റെയിൽവേ ലൈനുകളും അതിൻ്റെ ഇലക്ട്രിക്കൽ കണക്ഷൻസും ഒക്കെയാണ് നമുക്ക് ഈ സൈഡിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ പോർട്ടിൻ്റെ കാഴ്ചകളാണ് വരുന്നത്. മനോഹരമായ കടലും അതുപോലെ പോർട്ടും കാര്യങ്ങളൊക്കെ ആ സൈഡിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പാലത്തിൽ തന്നെയാണ് നമ്മുടെ റോഡും അതുപോലെ റെയിൽവേയുടെ സംവിധാനങ്ങളൊക്കെ കടന്നു പോകുന്നത്. അങ്ങനെ നമുക്ക് വെനീസ് സിറ്റി ഏകദേശം കാണാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്, ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു ട്രെയിൻ നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോയി. വെനീസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്നത് വെനീസിലെ വ്യാപാരി എന്ന് പറയുന്ന ആലപ്പുഴ പശ്ചാത്തലമാക്കിയിട്ടുള്ള മമ്മൂട്ടിൻ്റെ ഒരു സിനിമയാണ്. വെനീസ് എങ്ങനെയുണ്ട്, ആലപ്പുഴ അയുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വെനീസ്, ആലപ്പുഴ, എന്തുകൊണ്ടാണ് കിഴക്കിൻ്റെ വെനീസ് എന്ന് ആലപ്പുഴയെ പറയാൻ സാധ്യത വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിത് ഇവിടെ നിന്ന് പരിശോധിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഏകദേശം നമ്മൾ എത്തുന്ന സമയത്തിനേക്കാൾ ഒരു 10 മിനിറ്റ് മുന്നേ തന്നെ ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് നമ്മൾ സഞ്ചരിച്ചിട്ടുള്ളത്. ബസ് സ്റ്റോപ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് പതിയെ നടക്കാൻ തുടങ്ങി. ഇനി വെനീസിൻ്റെ ഓരോ കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ള യാത്രയാണ്. വെനീസ് കനാലിലൂടെ ധാരാളം ബോട്ടുകൾ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വെനീസിൽ ധാരാളം ബ്രിഡ്ജുകളുണ്ട്. ഇതുപോലുള്ള ധാരാളം ബ്രിഡ്ജുകൾ
വെനീസിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു ബ്രിഡ്ജാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ബ്രിഡ്ജ്. ഇതിൻ്റെ പേര് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ബ്രിഡ്ജ്. ഗ്ലാസും അതുപോലെ മെറ്റലും കൊണ്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ഇത് വരുന്നത്. ഫസ്റ്റ് സ്പോട്ടിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ ഈ ഒരു പാലം കയറിയിട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഒരു പക്ഷി നമുക്ക് വേണ്ടി പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ പാലത്തിൻ്റെ മുകളിൽ. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ബോട്ടുകൾ ധാരാളമായിട്ട് പോകുന്ന വേണ്ടി കാണാൻ പറ്റും. മരത്തിൻ്റെ രൂപത്തിലുള്ള ബോട്ടുകളുണ്ട്. അതുപോലെ മനോഹരമായ മരത്തിൻ്റെ ഫിനിഷിങ്ങോട് വരുന്ന പഴയ സ്റ്റൈലിലുള്ള ബോട്ടുകളുണ്ട്. അതുപോലെ പുതിയ ഇനം ബോട്ടുകളുണ്ട്, സ്പീഡ് ബോട്ടുകളുണ്ട്. അങ്ങനെ ധാരാളമായിട്ടുള്ള ബോട്ട് സർവീസുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ പഴയ രീതിയിലുള്ള ബോട്ട് സർവീസിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ടോലിം എന്ന് പറയുന്നത്. ഇത് തോണിയുടെ രൂപത്തിൽ വരുന്നതാണ്. കോസ്റ്റ്ലി ആണ് ശരിക്കും. 40 മിനിറ്റിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല 80 യൂറോ ഒക്കെ വരുന്ന അത്രയും കോസ്റ്റ്ലിയും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സർവീസ് ഉണ്ട്, ബോട്ട് സർവീസ് ഉണ്ട്. അത് നമുക്ക് 18 യൂറോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ വലിയ ബോട്ടിൽ സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിൽ തന്നെ നമുക്ക് വെനീസ് സിറ്റിയുടെ ഒരുവിധപ്പെട്ട പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് കവർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ വെനീസിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ചുകൾ. ധാരാളം ഫേമസ് ആയിട്ടുള്ള ചർച്ചുകളുള്ള സ്ഥലമാണ് വെനീസ് പറയുന്നത്. നമുക്ക് ഈ കാണുന്ന തോണി പോലുള്ള ഇതാണ് ഗൊണ്ടോല എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വെനീസിലെ ആ ബ്രിഡ്ജൊക്കെ കടന്നുകൊണ്ട് അടുത്തൊരു ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇടവഴി പോലുള്ള ഈ ബിൽഡിങ്ങിനിടയിലുള്ള വഴിയൊക്കെ വളരെ മനോഹരമാണ്. ഇരുഭാഗത്തും ധാരാളം ഷോപ്പുകളുണ്ട്, ഹോട്ടലുകളുണ്ട്. അതുപോലെ ക്രാഫ്റ്റ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. ഇവിടുന്ന് നമുക്ക് വെനീസ് എന്നൊക്കെ എഴുതി കഴിയുന്നില്ല, നിരവധിയായിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുള്ള ഐറ്റംസ് നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമ്മളെ പാസ് ചെയ്തൊരു ബോട്ട് കടന്നു പോകുന്നു. നമ്മളെ കൂടെ നടന്നുകൊണ്ടിരുന്ന മറ്റ് യാത്രക്കാരെല്ലാവരും ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മളും ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇരുഭാഗത്തും വെള്ളം നിറഞ്ഞ് 2 സൈഡിലും ബിൽഡിങ്ങുകൾ ധാരാളമായിട്ടുള്ള രീതിയിലാണ് മിക്കവാറും വെനീസിൻ്റെ ബിൽഡിങ്ങുകളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. അതിനിടയിലൂടെ ബോട്ട് ഗൊണ്ടോല ഒക്കെ നിരന്തരം പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ ഇഷ്ടികയൊക്കെ കൊണ്ടാണ് പഴയ ബിൽഡിങ്ങുകളൊക്കെ കൂടുതലും കൺസ്ട്രക്ഷൻ നടന്നിട്ടുള്ളത്. അതുതന്നെ പഴയതായി പൊളിഞ്ഞു പോയാൽ പോലും അവർ അതേ രീതിയിൽ തന്നെ അത് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക ഭംഗി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ ആദ്യമായിട്ട് വന്നിട്ടുള്ളൊരു ചർച്ചാണ് ഇത് പറയുന്നത്. വെനീസിലെ സാൻ ജിയോവനി മാൾട്ട എന്ന് പറയുന്ന ഒരു ചർച്ചാണ് ഇത് വരുന്നത്. ഇത് 13ാമത്തെ സെഞ്ച്വറിയുടെ കാലഘട്ടത്തിലൊക്കെ പണിതിട്ടുള്ള ഒരു ചർച്ചാണ് വരുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു വാർ മ്യൂസിയവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് ലോകമഹായുദ്ധകാലത്തെ വിവിധങ്ങളായ സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു മ്യൂസിയമാണ്. കുറച്ച് നടക്കുമ്പോഴേക്കും ഇങ്ങനെയൊരു സ്ക്വയർ നമുക്ക് കാണാം. അവിടെ പഴയ രീതിയിലുള്ള ആർക്കിടെക്ചർ മോഡലുകളിലുള്ള ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ സ്ക്വയറിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു കിണറും കാണാൻ വേണ്ടി സാധിക്കും. അടുത്ത് തന്നെ നമ്മളെത്തിയിട്ടുള്ളത് ഫെറാറി ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ചിൻ്റെ അടുത്താണ്. ഈ ചർച്ചിൻ്റെ ആർക്കിടെക്ചർ വരുന്നത് ഗോത്തിക് സ്റ്റൈലാണ്. പ്രധാനമായും ബ്രിക്സൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം വരുന്നത്. അതുപോലെ 1518 ആ ഒരു കാലയളവിലാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. ചർച്ചിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ചർച്ചിൻ്റെ പഴയ ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് 1.5 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കയറി കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്.
വീണ്ടും നമ്മൾ പുറത്തെത്തിയിട്ട് നടത്തം തുടങ്ങിയിരിക്കുകയാണ്. അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. പല രാജ്യത്തുമുള്ള യാത്രക്കാരെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അടുത്തതായി കാണാൻ പറ്റുന്നത് സാക്കുലോ ഗ്രാൻഡെ ഡി സാൻ റോക്കോ എന്ന് പറയുന്ന ഈ ഒരു ബിൽഡിങ്ങാണ്. ഇത് ഫ്രാരി ബസിലിക്കയ്ക്ക് വളരെ അടുത്തായിട്ടുള്ളതാണ്. ഈ ബിൽഡിങ് ആർക്കിടെക്ചറലായിട്ടും പ്രധാനമായിട്ടും കാർവിങ്സ്, സ്റ്റാച്യൂസ്, എലാബറേറ്റഡ് ആയിട്ടുള്ള ഫാക്കേഴ്സ് ഒക്കെ നിറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ നടന്നു പോകുന്ന സ്ട്രീറ്റിൻ്റെ ഇരുവശത്തും നമുക്ക് ധാരാളം ഷോപ്പുകൾ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ വെനീറ്റിയൻ്റെ പലതരത്തിലുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. വിവിധ തരത്തിലുള്ള മുഖംമൂടികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഭംഗിയുള്ള തൂവലുകളൊക്കെയുള്ള ഇത് നമുക്കിവിടെ ഒരു ഗണ്ടോല കാണാൻ സാധിക്കുന്നുണ്ട്. റോഡിൻ്റെ സൈഡ്, ഈ സ്ട്രീറ്റിൻ്റെ സൈഡിൽ തന്നെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളൊരു ഗണ്ടോല റൈഡ് പോവുകയാണ്. അത് നമ്മൾ അടുത്ത ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഗണ്ടോല എടുത്തിട്ടുള്ളത്. ഇത് വലിയ റൈഡില്ല, ഇത് നമുക്ക് ജസ്റ്റ് ക്രോസിങ് മാത്രമേ ഉള്ളൂ. ഇത് 2 യൂറോ ആണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. നമ്മളിവിടെ പല രാജ്യത്തു നിന്നുള്ള യാത്രക്കാരുണ്ട്. 2 കപ്പിത്താന്മാരാണ് നമ്മുടെ ഈ ഗണ്ടോലയിലുള്ളത്. ഈ 2 പേരും ചേർന്ന് തുഴഞ്ഞുകൊണ്ടാണ് നമ്മളപ്പുറത്തേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇവരുടെ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഈ ബ്ലാക്കും അതുപോലെ വൈറ്റ് ലൈൻസ് വരുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് ഈ ഒരു സ്ക്വയറിലേക്കാണ്. ഇവിടെ നമുക്ക് മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി സാധിക്കും. ഇരുവശത്തും ധാരാളം ഹോട്ടലുകളുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് പുറത്തിരുന്നുകൊണ്ട് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാം. അതുപോലെ തന്നെ ഇവിടുത്തെ ട്രഡീഷണൽ വൈന്, ബിയർ കാര്യങ്ങളൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ചീസ ഡി സാൻ റോക്കോ അല്ലെങ്കിൽ ചർച്ച് ഓഫ് സാൻ റോക്കോ എന്ന് പറയുന്ന ചർച്ചാണ് വരുന്നത്. ഇത് സ്കൂളോ ഗ്രാൻഡേസി സാൻ റോക്കോയ്ക്ക് വളരെ അടുത്തായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മ്യൂസിയം ബിൽഡിംഗ് ആണ്. ഇതൊരു പ്രൈവറ്റ് ഓൺഡ് ബിൽഡിംഗ് ആണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതും പഴയ രീതിയിലുള്ള ആർക്കിടെക്ചറിലുള്ള ബിൽഡിംഗ് ആണ്. ഇവിടുത്തെ ചുവരിലെ മനോഹരമായ ചിത്രങ്ങളും അതുപോലെ ആർട്ട് വർക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മനോഹരമായ സ്റ്റെപ്സാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് ഖത്തറിൻ്റെ ഒരു ഫിലിം ഫെസ്റ്റിവലാണ്. അതുപോലെ പോർച്ചുഗലിൻ്റെയും കൂടെ ഒരു മ്യൂസിയം ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള വർക്കുകളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെനീസിൻ്റെ മനോഹരമായ കനാലുകളും ബോട്ടുകളും ഒക്കെ ഈ കാണാൻ സാധിക്കുന്നതാണ്. ഈ സ്പീക്കറിലും അതുപോലെ ടെലിവിഷനിലൊക്കെ ആയിട്ട് വിവിധങ്ങളായിട്ടുള്ള മൂവീസിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം തന്നെ അത്യാവശ്യം 10-40ഓളം മൂവീസിൻ്റെ കാര്യങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹിസ്റ്ററി, ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ വളരെയധികം സെർച്ച് ചെയ്ത് പഠിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അടുത്തതായി നമ്മൾ വന്നിട്ടുള്ളത് ബ്രസ്റ്റ് മ്യൂസിയത്തിലേക്കാണ്. ബ്രസ്റ്റ് മ്യൂസിയം എന്ന് പറയുന്നത് ബ്രസ്റ്റുകളെ പറ്റിയുള്ള ഒരു പഠനത്തിൻ്റെ ഭാഗമായി 30ഓളം ആർട്ടിസ്റ്റുകൾ ചേർന്ന് ഒരുക്കിയിട്ടുള്ള ഒരു മ്യൂസിയമാണിത്.
ഇത് ഏകദേശം നവംബർ 2024 വരെയാണ് ഈ പ്രദർശനം നടക്കുന്നത്. അതുപോലെ തന്നെ ഇത് എന്ന് പറയുന്നത് 60th ഇൻ്റർനാഷണൽ ആർട്ട് എക്സിബിഷൻ ലാ ബിനാലെ ഡി വെനീസിയ എന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പ്രധാനമായ ആർട്ടിസ്റ്റുകൾ ഇതിൽ കാണാൻ പറ്റുന്നത് സാറ ലൂക്കാസ്, അതുപോലെ നുബിയോഷി എറാക്കി, അതുപോലെ മാർസൽ ഡുചാംപ്, അതുപോലെ സിൻഡി ഷെർമാൻ എന്നിവർ ആണ്. ഇത് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ഒരു അവയർനെസ് ആയിട്ട് കൂടിയാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. വീണ്ടും നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി വെനീസിലെ മനോഹരമായ ബ്രിഡ്ജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ മനോഹരമായിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു നല്ല ലൊക്കേഷനാണ്. ബ്രിഡ്ജുകളെ പറ്റി പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ബ്രിഡ്ജുകളായിട്ട് വെനീസിൽ വരുന്നതാണ് റിയാൾട്ടോ ബ്രിഡ്ജ്, അതുപോലെ ബ്രിഡ്ജ് ഓഫ് സൈഡ്സ്, അതുപോലെ പോണ്ടെ ഡെല്ല കോൺസ്റ്റിറ്റ്യൂസിയോൺ എന്ന് പറയുന്നത്. ഇതിൽ റിയാൾട്ടോ ബ്രിഡ്ജ് എന്ന് പറയുന്നത് വളരെ പഴയ ഒരു ബ്രിഡ്ജാണ് വരുന്നത്. 16-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടുള്ളത്. ഗ്രാൻഡ് കനാലിലാണ് നിർമ്മിക്കപ്പെട്ടുള്ളത്. വീണ്ടും നമ്മൾ നടന്നുകൊണ്ട് അടുത്ത ലൊക്കേഷൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. ചെറിയ വഴിയാണ്, പക്ഷെ വളരെ മനോഹരവും നീറ്റുമാണ്. അതുപോലെ രണ്ട് സൈഡിലും അവരുടെ പലതരത്തിലുള്ള ഷോപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇറ്റലി എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഫാഷൻ ഐറ്റംസിനൊക്കെ വളരെയധികം പേര് കേട്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ ഷോപ്പുകളിലൊക്കെ നമുക്ക് ധാരാളം മാസ്കുകൾ വിൽക്കാൻ വെച്ചിട്ടുള്ളതായി കാണാൻ പറ്റും. ഈ മാസ്കുകൾക്ക് വളരെ വലിയ ഒരു ഹിസ്റ്ററി പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ 13-ാം നൂറ്റാണ്ട് മുതൽ ഈ മാസ്കുകൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള സോഷ്യൽ ഹൈറാർക്കിയും അതൊക്കെ മറക്കാൻ വേണ്ടി എല്ലാവർക്കും കോമണായി ഇടപഴകുന്നതിന് വേണ്ടി ഈ മാസ്ക് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത് പാവകളിക്ക് സമാനമായിട്ടുള്ള ഇറ്റലിയിൽ ഉടനീളം കണ്ടുവന്നിട്ടുള്ള പപ്പറ്റീസ് വെച്ച് ചെയ്യുന്ന ഒരു പ്രദർശനമാണ്. ഇതിൽ ഹിസ്റ്റോറിക്, അതുപോലെ കൾച്ചറൽ, റിലീജിയസ്, അതുപോലെയുള്ള കോമഡി എല്ലാം തന്നെ ഈ രീതിയിൽ പ്രദർശിപ്പിക്കുന്നതാണ്. ഇനി നമ്മൾ എത്തിച്ചേരാൻ പോകുന്ന പ്രധാനപ്പെട്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് സെൻറ്റ് മാർക്ക് ബസിലിക്ക സ്ക്വയറാണ്. ഇവിടെ ഇതാണ് ശരിക്കും വെനീസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ് ഇത് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു സ്റ്റേജൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മളിപ്പോൾ കാണുന്നത് സെൻറ്റ് മാർക്ക് ബസിലിക്ക ഉള്ള സ്ഥലമാണ്. ഇത് ബൈസാൻറ്റൈൻ ആർക്കിടെക്ചറിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് ഈസ്റ്റേൺ അതുപോലെ വെസ്റ്റേൺ സ്റ്റൈലുകൾ സമ്മിശ്രിതമായിട്ടുള്ള ഒരു സ്റ്റൈലാണ് വരുന്നത്. അതുപോലെ തന്നെ വെനേറ്റിയൻ പബ്ലിക്കിൻ്റെ അതുപോലെ റിലീജിയസ് ലൈഫിൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡോഡ്ജെ പാലസിൻ്റെ ഒക്കെ അടുത്താണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻസും വരുന്ന ഒരു ബസിലിക്കയാണ് സെൻറ്റ് മാർക്ക് ബസിലിക്ക എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ നമുക്കൊരു ക്ലോക്ക് ടവർ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിന് മുകളിലൊരു ലയൺ ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെയുള്ള ഹോട്ടൽസിലൊക്കെ മനോഹരമായ സംഗീതം നമുക്ക് എല്ലാ സമയവും ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതിനായി പ്രത്യേകം കലാകാരന്മാരെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. ഡോഡ്ജെ പാലസ് അല്ലെങ്കിൽ പലാസോ ഡുക്കാലെ എന്ന് പറയുന്നത് ഒരു ഗ്രാൻഡ് പാലസാണ് വരുന്നത്. ഡോഡ്ഗെയുടെയാണ് പാലസ് വരുന്നത്. അത് വെനീസിലെ ഒരു ചീഫ് മജിസ്ട്രേറ്റ് ആയിട്ടുള്ള ആളാണ്. ഇതിലെ ഓപ്പുലൻ്റ് ഹാൾസ്, ഗ്രാൻഡ് സ്റ്റെയർ കേസ്, അതുപോലെ ആർമറി, അതുപോലെ ബാൽക്കണി വ്യൂ എന്നിവയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച നൽകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ക്യാമ്പാനിലെ എന്ന് പറയുന്ന ആ ടവർ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് വെനീസിൻ്റെ പനോരമിക് വ്യൂസ് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ
സിറ്റിയുടെ കനാലുകൾ, പിസാസ്, അതുപോലെ ഹിസ്റ്റോറിക് ബിൽഡിങ്സ് എല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമുക്ക് ദൂരെ ഒരു ഐലൻഡിൽ ഒരു ചർച്ച് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് സാൻ ജിയോർജിയോ മഗിയോറെ എന്നാണ്. ഈ ഐലൻഡിൻ്റെ പേര് സാൻ ജിയോർജിയോ മഗിയോറെ എന്ന് തന്നെയാണ്. ഇപ്പോൾ 2 സുഹൃത്തുക്കൾ നമ്മളോട് പേരും ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ട് എങ്ങനെ പോയിട്ടുണ്ട്, എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെ പരിചയപ്പെട്ടു, ബായിയൊക്കെ പറഞ്ഞ് ഇപ്പം നമ്മൾ വീണ്ടും ഇവിടുത്തെ സ്ട്രീറ്റ് ഷോപ്പിലേക്ക് പോവുകയാണ്. ഇപ്പോഴും നമുക്ക് ധാരാളമായിട്ട് മുഖംമൂടികളുള്ള അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കരകൗശല വസ്തുക്കളും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ വെനീസിൻ്റെ ചെറിയ ചെറിയ രീതിയിലുള്ള ക്രാഫ്റ്റ് വർക്കുള്ള സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റുന്നതാണ്. ഇതൊക്കെ €1 മുതൽ മുകളിലേക്ക് നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും. മുഖംമൂടിയൊക്കെ ആണെങ്കിൽ ഒരു €8 മുതൽ മുകളിലേക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് നമുക്ക്. സാൻ മാർക്കോ എന്ന് പറയുന്ന ലൊക്കേഷനാണ് ഇത് വരുന്നത്. ഇവിടെ തന്നെ നമുക്കൊരു ബോട്ട് സർവീസിനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ബോട്ട് സർവീസ് വഴി നമുക്ക് ബസ് സ്റ്റേഷനിലൊക്കെ എത്തിച്ചേരാവുന്നതാണ്. ബോട്ട് സർവീസിന് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് €9, അതുപോലെ €18 ഒക്കെയാണ് ചാർജ് വരുന്നത്. ആ ഒരു ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോട്ട് സർവീസ് വഴി ബസ് സ്റ്റാൻഡിലേക്ക് എത്തി ഇനി നമുക്ക് തിരിച്ചു പോകാനുള്ള ബസ് കാര്യങ്ങളൊക്കെ പിടിക്കണമെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ ഒരു രാജകീയമായിട്ടുള്ള ചെയറൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ നേരത്തെ നടന്നുകൊണ്ടിരുന്ന വഴി തന്നെ തിരിച്ച് നടക്കുകയാണ്. ഇവിടെ ധാരാളം മ്യൂസിയമുണ്ട്, അതുപോലെ തന്നെ ആർട്ട് ഗാലറികളുണ്ട്. ഇതൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് ലാ ഫെനീസ് ഒപ്പറ ഹൗസ് ആണ്. ലാ ഫെനീസ് എന്ന് പറയുന്നത് 18th സെഞ്ച്വറി ആ കാലഘട്ടം മുതലുള്ള ചരിത്രം ഇതിനുണ്ട്. പിന്നെ വഴിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഗണ്ടോലിയം ധാരാളമായിട്ട് കാണാൻ സാധിക്കും. യാത്രക്കാരായിട്ട് പോകുന്ന ഗണ്ടോലിയംസ് കാണാൻ സാധിക്കും. റൈഡ് ചെയ്യുന്ന ഗൈഡ്സിന് നമുക്ക് കറുപ്പും വെള്ളയുള്ള ഡ്രസ്സിൽ കാണാൻ വേണ്ടി സാധിക്കും. അവരാണ് ഇത് തുഴഞ്ഞു കൊണ്ടുപോകുന്നത്. ഇപ്പം നമുക്ക് മുന്നിലുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ്. ആളിപ്പോൾ ഒരു മനോഹരമായിട്ടുള്ള ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വീണ്ടും നമ്മൾ ഈ ഇടവഴിയൊക്കെ പാസ് ചെയ്ത് നേരെ നടക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ഗണ്ടോലിയമിൻ്റെ തിരിച്ച് അടുത്ത നമ്മൾ വന്ന ഐലൻഡിലോട്ട് തിരിച്ചു പോകാനുള്ള ഗണ്ടോലിയം കിട്ടുന്നത്. ഇവിടെ നമ്മൾ ക്യൂ നിൽക്കുക, ഗണ്ടോലിയമിൽ കയറാവുന്നതാണ്. മാക്സിമം 12 യാത്രക്കാരെയാണ് ഗണ്ടോലിയമിൽ എടുക്കുന്നത്. അത്രയും യാത്രക്കാരായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഗണ്ടോലിയം വരുമ്പോഴാണ് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ പോയി ലൈനൊക്കെ സെറ്റാക്കി വെച്ച് യാത്ര ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ ഫസ്റ്റ് ബാച്ച് നമ്മൾ കയറിയിട്ടുണ്ട്. നമ്മുടെ കൂടെ പല ദേശത്തു നിന്നുള്ള യാത്രക്കാരുണ്ട്. അവരൊക്കെ കണ്ടോളാനുള്ള യാത്ര ആസ്വദിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കനാലിൻ്റെ നടുക്ക് നിന്ന് 2 സൈഡിലുമുള്ള കാഴ്ചകൾ നമുക്ക് കാണാവുന്നതാണ്. എല്ലാവരും വളരെ എൻജോയ് ചെയ്തുകൊണ്ടാണ് യാത്ര മുന്നോട്ടേക്ക് പോകുന്നത്. കപ്പിൾസായിട്ടും ഫാമിലിയായിട്ടും അതുപോലെ ഒറ്റയ്ക്കും ഒക്കെ വന്നിട്ടുള്ള യാത്രക്കാർ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളൊരു യാത്രക്കാരൻ അവരുടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അടുത്ത യാത്രക്കാരനെ ഒരു ഫോട്ടോ എടുക്കാം. പിന്നെ നമ്മളും നമ്മുടെ ഒരു ഫോട്ടോ എടുത്തു. ഇങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം ഈ ഗണ്ടോലിയം യാത്ര ഏകദേശം തീരാൻ വേണ്ടി പോവുകയാണ്. നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് വീണ്ടും നടത്തം തുടങ്ങി. നമ്മൾ ഈ യാത്രയിൽ മലയാളികളായിട്ടുള്ള ഒരു ഫാമിലിയിലും കണ്ടിട്ടുണ്ടായിരുന്നു. അവർ
ഇവിടെ വന്നിട്ട് ഏകദേശം 2 മാസത്തോളം ഫുള്ള് രാജ്യങ്ങളൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മകളിവിടെ ബെൽജിയത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നാണ് പറഞ്ഞത്. അവരിങ്ങനെ പുതിയ യാത്രകളൊക്കെ ചെയ്ത് സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ നമ്മൾ കണ്ട് പരിചയപ്പെട്ട് യാത്ര പറഞ്ഞ് തിരിച്ചുള്ള നമ്മളെ യാത്രയിലേക്ക് പോവുകയാണ്. തിരിച്ച് നമ്മൾ ഗോപ്റ്റിയോ വഴി വാനിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. തിരിച്ച് വെനീസിൻ്റെ കാഴ്ചകളൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. നമ്മുടെ യാത്രയിൽ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിരുന്നു. വണ്ടിയുടെ പുറകിൽ നിന്ന് ഒരു ബ്ലാക്ക് പുക പോകുന്ന ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഡ്രൈവർ പോയത് ചെക്ക് ചെയ്ത് അവരുടെ ഓഫീസുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് വെരിഫൈ ചെയ്ത ശേഷമാണ് വീണ്ടും നമ്മൾ യാത്ര തുടരുന്നത്. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഏകദേശം എത്തിച്ചേരാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം നേരം ചെറുതായി ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മുന്നിലൊരു വലിയ മല കാണാം. നമ്മൾ വരുമ്പോൾ കണ്ട മല തന്നെയാണ്. പിന്നെ ഇരു സൈഡിലായിട്ടുള്ള പാടങ്ങൾ. നമ്മളിപ്പോൾ ഒരു തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വരുമ്പോൾ കണ്ട തുരങ്കം തന്നെയാണ് ഇത്. നമ്മുടെ വീഡിയോ അപ്പോൾ ഏകദേശം കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും